പിന്നെ അങ്ങ് പയ്യെ ഒന്ന് ചവിട്ടി. അപ്പോഴാണ് ഫേസ്ബുക്ക് ആൾക്കാർ ഒരു 2010-11 കാലഘട്ടത്തിൽ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. അതിൻ്റെ അകത്ത് ഈ ഓജോ പടം ഞാൻ ഡിവൈഡ് ചെയ്ത് 37 ചാപ്റ്റേഴ്സ് ആയിട്ട് ഞാൻ ഇട്ടു. ആദ്യത്തെ ചാപ്റ്റർ ഇട്ടു, ഒരു മനുഷ്യനില്ല വായിക്കാനുണ്ട്. രണ്ടാമത്തെ ഇട്ടു, ആരും വായിക്കുന്നില്ല. മൂന്നാമത്തെ ആയപ്പോഴേക്കും നാട്ടിൽ കളിയാക്കാൻ തുടങ്ങി. എന്തുവാണ് ഫേസ്ബുക്കിൽ കാണിക്കുന്നത്? ഫോട്ടോ ഒക്കെ ഇടുന്നിടത്താണോ കഥ എഴുതുന്നത്? കോളേജിൽ ചെല്ലുമ്പോൾ അവന്മാർ പറയും, കുട്ടികളുള്ളതുകൊണ്ട് ആ മാഗസീൻ്റെ പേര് പറയുന്നില്ല, അതിലും വല്ലതൊക്കെ എഴുതാൻ നോക്ക്, ഞങ്ങൾ വായിക്കാമെന്ന് പറഞ്ഞു. അടുത്തിടെ ഒരു എഴുത്തുകാരൻ എന്നെ പറഞ്ഞ് കളിയാക്കിയായിരുന്നു ആ മാഗസീൻ്റെ പേര്. ഒരു മുത്തും ചിപ്പിയൊക്കെ ആയിട്ടുള്ളൊരു അപ്പോൾ ഭയങ്കര വിഷമം. കൂടെ ഇരിക്കുന്നവർ വരെ കളിയാക്കുകയാണ്. അപ്പോൾ ഞാൻ ആലോചിച്ചു, എന്താണ് എഴുത്തിന് അത്ര പ്രശ്നം? ഞാൻ നേരെ പോയിട്ട്, എനിക്ക് അത്രയ്ക്ക് ദേഷ്യമായിരുന്നു, ഞാൻ പോയി കയ്യിലങ്ങ് ടാറ്റു ചെയ്തു, റൈറ്റർ എന്നും പറഞ്ഞിട്ട്. ഞാൻ എന്തെങ്കിലും ആവുമെന്ന് വിചാരിച്ചു. അന്നും അടി കിട്ടി, അച്ഛൻ്റെ നിന്ന് കിട്ടി. കൊണ്ട് എന്നിട്ട് അതെന്ന് പറഞ്ഞിട്ട് ഇത് പഴുത്തു, ഭയങ്കര കട്ടിക്ക അടിച്ചിരിക്കുന്നത്. പഴുത്ത് കഴിഞ്ഞപ്പോൾ എന്ത് പനിയൊക്കെ ആയി. അച്ഛൻ കൈ പിടിച്ചിട്ട് വന്നു, ഇതെന്തുവാ ഇത് ഹിന്ദി രീതി മനസ്സിലാത്ത രീതിയിൽ എഴുതിയിരിക്കുന്നത്. അച്ഛൻ കുറേ നേരം നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്തുവാടാ ഇത്? ഒന്നുമില്ല. പിന്നെ അത് മനസ്സിലാക്കി, അതിനടി കിട്ടി. അങ്ങനെ മൊത്തം റിജക്ഷൻസ് ആയിരുന്നു. അങ്ങനെ പക്ഷേ 7ാമത്തെ ചാപ്റ്റർ ഞാൻ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഇതോടുകൂടി നിർത്താം. ഒരു കമൻറ്റ് വന്നു, ഇത് കൊള്ളാലോ. ഒരു വിഷ്ണു ഷാജി എന്ന് പറഞ്ഞൊരു ഐഡിയ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഇത് കൊള്ളാലോ, അപ്പം കൊള്ളാലോ, ഇവന് വേണ്ടിയിട്ട് ഫുള്ള് പോസ്റ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ ഞാൻ ഫുള്ള് പോസ്റ്റ് ചെയ്തു. 37ാമത്തെ അധ്യായം ഞാൻ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ എനിക്ക് 18,000-ന് മുകളിൽ വായനക്കാരുണ്ട്. അമ്മയച്ഛനൊക്കെ ആയിട്ട് ബീച്ചിൽ പോകുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ, ചിലർ വന്നിട്ട് അഖിൽ പി ധർമ്മജനല്ലേ അപ്പം അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ നോക്കാൻ തുടങ്ങി. ഫേമൻ അച്ഛൻ കണ്ടോ? പിന്നെ അച്ഛനൊന്നും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ല. 2ാമത്തെ നോവൽ മെർക്കുറിയലുണ്ട്, അത് എഴുതി തുടങ്ങി. അങ്ങനെ പല ആൾക്കാർ പറഞ്ഞു ഫസ്റ്റ് നോവൽ പബ്ലിഷ് ചെയ്യാനായിട്ട് നോക്കാൻ ഫേസ്ബുക്കിൽ ഒരു കമൻറ്റ് വന്നു. അപ്പം ഞാൻ പഠിക്കുകയാണ്, എൻ്റെ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു എൻ്റെ പൈസ ഇല്ല. അപ്പോൾ എനിക്ക് ഇന്നൊരാൾ കാണാൻ വന്നു, എന്നെ വിളിക്കാവുന്നവർ കണ്ടിട്ടുണ്ടായിരിക്കും, ഹോട്ടലിലുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ കമൻ്റ് ഇട്ടത്. അദ്ദേഹം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, ഓജോ ബോർഡെന്ന്. ഇവരെല്ലാവരും കൂടെ പലരും സൗദിയിലെ എവിടെയൊക്കെ ഉള്ളവരോ, ദുബായ് എവിടെയൊക്കെ കയ്യിലുള്ള 1000-2000 ഒക്കെ വെച്ചിട്ട് ക്രൗഡ് ഫണ്ടിങ് നടത്തി 50,000 രൂപ അന്ന് 2014 എൻ്റെ അക്കൗണ്ട് ഇട്ട് വന്നിട്ട് പറഞ്ഞു പോയി പബ്ലിഷ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ കിട്ടിയ ഒരു എനർജി ഭയങ്കര വലിയ എനർജി. ആരും കണ്ടിട്ടില്ല. എന്തിനാ അവർ കഷ്ടപ്പെടുന്ന പൈസ എനിക്ക് ഇട്ട് തരണം. ഞാൻ നേരെ മലബാർ ഏരിയ പോയി, അവിടെ കുറച്ചുകൂടി ചീപ്പായിട്ട് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത് ഓജോ ബോർഡ് പ്രിന്റ് ചെയ്തു. ഭയങ്കര പ്രതീക്ഷയോടുകൂടി എൻ്റെ നാട്ടിൽ പ്രഭാത് ബുക്സ് എന്ന് പറഞ്ഞ ആലപ്പുഴ സെൻറ്ററിൽ ഒരെണ്ണമുണ്ട്, അവിടെ കൊണ്ടുപോയി ഞാൻ പറഞ്ഞു 1000 കോപ്പിയാണ്. ചേച്ചി ഈ ബുക്ക് ഒന്ന് ഇവിടെ വെക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി ഇതാരേ? ഞാൻ അറിയില്ലേ, അഖിൽ പി ധർമ്മേൻ്റെ ബുക്സാ. അതാരാ? ഞാനാ. അങ്ങനെ വെക്കുമോ? അപ്പോൾ പറഞ്ഞ്